ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അങ്കമാലി സ്റ്റൈൽ ഒരു മാങ്ങാക്കറി റെസിപ്പിയാണ്. സോ നമുക്കത് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു വലിയ സവാള അരിഞ്ഞിട്ടുണ്ട്, പിന്നെ ഇഞ്ചി, ഗ്രീൻ ചില്ലി, പിന്നെ ചുമന്നുള്ളി, പിന്നെ വേപ്പില. മാങ്ങ ഇവിടെ 2 മാങ്ങയായിട്ട് എടുത്തിട്ടുള്ളത്. മാങ്ങ ഇങ്ങനെ അരിഞ്ഞ് വെച്ച് നമുക്ക് സവാള ആഡ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്യുന്ന ഇഞ്ചി ഇത്രയും കൂടി ആഡ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് വിനാഗിരി ആട്ടോ. ഇപ്പോൾ വിനാഗിരി ചെയ്യുന്നത് 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ആട്ടോ. അതും കൂടി ആഡ് ചെയ്ത് നമുക്ക് നല്ലതുപോലെ ഞരടി കൊടുക്കാം കേട്ടോ. നല്ലതുപോലെ മിക്സ് ചെയ്യാം. അപ്പോൾ ഈ മിക്സിങ്ങിലാട്ടോ ഈ ഒരു മാങ്ങക്കറിയുടെ ടേസ്റ്റ്. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഈ ഓണിയനൊക്കെ നല്ല സോഫ്റ്റ് ആവും. അപ്പോൾ നല്ലതുപോലെ ഇങ്ങനെ വാടി കിട്ടും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഈ മിക്സിങ് ആണ് ഇതിൻ്റെ ഒരു സീക്രട്ട് ഒരു ടിപ്പ് എന്ന് പറയുന്നത് ഈ മാങ്ങക്കറിക്ക്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ മിക്സ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ എത്രത്തോളം ഇത് മിക്സ് ചെയ്യുന്നു അതനുസരിച്ച് ഇതിൻ്റെ ടേസ്റ്റും കൂടും. നമുക്ക് മാങ്ങ ഇടാം. മാങ്ങ ഇട്ടിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അധികം കുഴയ്ക്കണ്ട, കാരണം ഞാൻ എടുത്തിട്ടുള്ള മാങ്ങ അധികം പച്ചയും അല്ല അധികം പഴുത്തതും അല്ലാത്ത ടൈപ്പാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള. നമുക്ക് സ്പൈസസ് ആഡ് ചെയ്യാം. അപ്പം ആദ്യം ആഡ് ചെയ്യുന്ന ടർമറിക് പൗഡറാണ്. 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ആഡ് ചെയ്യുന്നത് മല്ലിപ്പൊടി ആട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്യാം. പിന്നെ ആഡ് ചെയ്യുന്നത് മുളക് പൊടിയാണ്. അത് 1 ടേബിൾ സ്പൂൺ. മിക്സ് ചെയ്യാം. ഇപ്പോൾ കൈ കൊണ്ട് മിക്സ് ചെയ്യുമ്പോഴായിരിക്കും അത് നല്ലതുപോലെ മിക്സായി വരാതായിരിക്കും നല്ലത്. അപ്പോഴായിരിക്കും ആ ഒരു ടേസ്റ്റും കിട്ടുക. അപ്പോൾ അതാണ് ഞാൻ കൈ കൊണ്ട് മിക്സ് ചെയ്യുന്നത്. മിക്സിങ്ങിലാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റും കൂട്ടാട്ടോ. അപ്പോൾ നമുക്ക് നന്നായി ഇത് മിക്സ് ചെയ്ത് ഇങ്ങനെ യോജിപ്പിച്ച് കൊടുക്കാം. ഇത് പച്ചമുളക് കേട്ടോ. പച്ചമുളക് ആഡ് ചെയ്തിട്ട് അധികം കൈ കൊണ്ട് മിക്സ് ചെയ്യരുത്, കാരണം കൈ എരിയും. ഓക്കെ, എല്ലാം കഴിഞ്ഞ് ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് 2-ാം പാലാണ്. ഇനി നമുക്കിത് സ്റ്റൗ ഓണാക്കി അടുപ്പത്ത് വെക്കാം കേട്ടോ. ഇനി നല്ലതുപോലെ ഇത് ഇളക്കി കൊടുക്കുക. എന്നിട്ട് മാങ്ങ ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് 1-ാം പാല് ആഡ് ചെയ്യാം. അതുവരെ ഇങ്ങനെ കൈ വിടാതെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതാ ഇവിടെ മാങ്ങയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി 1-ാം പാല് ആഡ് ചെയ്യാണ്. തലപ്പാൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അധികം തിളച്ച് വരണ്ട, സ്റ്റൗ ഓഫ് ചെയ്യാണ്. ഇനി താളിക്കാനായിട്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി ആഡ് ചെയ്യുന്നത് ചുവന്നുള്ളി, പച്ചമുളക്, വേപ്പില. അതുകൂടി ആഡ് ചെയ്യുന്നുണ്ട് കുറച്ച് കളറിന് വേണ്ടിയിട്ട്. ഇനി ആഡ് ചെയ്ത് പെട്ടെന്ന് തന്നെ അടച്ചു വെക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഓപ്പൺ ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങക്കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, നല്ല കുറുകിയ മാങ്ങക്കറി. ഇനി ഇരിക്കുന്തോറും ഇത് കുറുകി വരും. സോ അപ്പോൾ ഈ മാങ്ങക്കറി റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. ചോറിൻ്റെ കൂടെയൊക്കെ ഒഴിച്ച് കഴിക്കാൻ നല്ല കിടിലനായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അടുത്ത വീഡിയോ കാണാം. ബൈ.